നമ്മളൊരു ബൈസനെ കണ്ടു. ചിരിച്ചോണ്ടേ ഇരിക്കുന്നത്. आपका नाम क्या है भैया? साकिब बाबू, साकिब हुसैन. वाओ, अच्छा ये आईफोन है हमारे पास, आईफोन है. സബ്സ്ക്രൈബ് കറോ യു ഇൻ യൂട്യൂബ് ചാനൽ. ഇവര് പറഞ്ഞത് ഈ വരയുടെ അകത്തേക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പെറ്റി കിട്ടുന്നാണ് പറഞ്ഞത്. ആള് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് വര കാണുന്നില്ല ഇവിടെ. ഈ വര ഇല്ല. ആ വര മര്യാദ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് പെറ്റി അടിക്കാം, പെറ്റി അടയ്ക്കാം. ഇല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റില്ലല്ലേ. ഇതിലേ വാ. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് എവിടെ പോവാന്ന് അറിയോ? ഞങ്ങളുടെ കൂടെ അത് ഒരു മണ്ടനുണ്ട്. ഞങ്ങള് വൈബാക്കാൻ പോവാ, ഇന്ന് പവറാക്കാൻ പോവാ. എവിടേക്കാ അത്? മൂന്നാർ. ഞങ്ങള് മൂന്നാർ ട്രിപ്പ് പോവാണ് ഗായ്സ്. ട്രിപ്പ് മോഡ് സ്റ്റാർട്ടഡ്. അതെ, ഞങ്ങള് രാവിലെ നല്ല പവറിലാണ്. വിത്തൗട്ട് ഹാവിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പവർ ആക്കുന്നുണ്ട്. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് മൂന്നാറിലേക്ക് ട്രിപ്പ് പോവാ. ഞങ്ങള് 3 പേരും, ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അത് സർപ്രൈസ് ആണ് നിങ്ങൾക്ക്. അത് ആരാന്ന് നിങ്ങൾ അതെ ഒരാളാണ്. അപ്പൊ അത് ആരാന്ന് ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം, ആളെ കൂടെ പിക്ക് ചെയ്തിട്ട്. അപ്പൊ അതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ഇന്ന് ട്രിപ്പ് നമ്മൾ മൂന്നാറിലേക്ക് പോയല്ലേ. നമുക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. മൂന്നാറിൽ നമ്മളൊരു ചെറിയൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ മൈൻഡ്. ഇന്നലെ രാത്രിയല്ല, ഇന്നലെ രാത്രിയാണോ മിനിഞ്ഞാന്നാണോ? ഓക്കെ, ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി സ്റ്റാർട്ട് ചെയ്ത പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് കുറെ ആയിട്ട് ഇങ്ങനെ വന്ന് കല്യാണം കഴിഞ്ഞ് വർക്ക് ചെയ്ത് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മ ആ ഒരു ഫ്ലോയിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ല അല്ലേ. അപ്പൊ ഒരു ചെറിയൊരു മൈൻഡ് റിഫ്രഷ്മെന്റ് വേണമെന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പഴാണ് മനസ്സിലായത് അല്ലേ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപകടത്തിൽ നിന്ന് റിക്കവർ ആയി. അങ്ങനല്ല, കമന്റ് ചെയ്യാ. നല്ല ഗുഡ് ബോയ് ആണ്, നല്ല ചെക്കനാണ്, നല്ല ഐ.ടി.യിൽ നല്ല ജോലി, കാറ്, വീട് എല്ലാം, പാലസ്, മൂന്നാറിലെ റിസോർട്ട്, ഫ്ലാറ്റ്. പെണ്ണ് മാത്രമില്ല. അനിരുദ്ധൻ പിള്ള ഇതിൽ ഇൻസ്റ്റാഗ്രാമില്. പിന്നെ വേണമെങ്കിൽ നിങ്ങള് അവന്റെ അക്കൗണ്ടും കൂടെ ഇതിന്റെ അകത്ത് നമുക്ക് കാൻവാസില് ചെയ്യാം. അപ്പൊ അവനെയും കൂടെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം നമ്മുടെ പരിപാടി എല്ലാരും ഒന്ന് ഹാപ്പി ആവും അല്ലേ. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ. സോ ജസ്റ്റ് ഒരു റിഫ്രഷ്മെന്റ് പോലെ നമുക്കൊരു മൂന്നാർ വരെ ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ ഓർത്തു. ജസ്റ്റ് വീക്കെൻഡ് സാറ്റർഡേ സൺഡേ നമുക്ക് പോയിട്ടൊന്ന് കവർ ചെയ്തിട്ട് വരാൻ ഓർത്തു. അപ്പൊ അതല്ലേ നമ്മുടെ പ്ലാൻ. ബാക്കിയുള്ളതൊക്കെ പതിയെ കാണിക്കാന്നാണ് ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡേ സ്റ്റാർട്ടഡ് പോവല്ലേ. അപ്പൊ അവളെ ഒന്ന് പിക്ക് ചെയ്യാം. ആരാന്ന് നിങ്ങൾ ഗസ് ചെയ്തോ, വേണമെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്തോ, സർപ്രൈസ് ആയിരിക്കും. നമ്മൾ ആലുവ എത്തി. ഇവിടെ ഒരു സിഗ്നലിലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ആളെ പൊക്കാൻ പോകുന്നത്. എന്നിട്ട് വേണം ആളെ പൊക്കുന്നല്ല, നമ്മുടെ കൂടെ വരാൻ പോകുന്ന ആളെ നമ്മൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ആരാന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പോകും. ജസ്റ്റ് ഇപ്പൊ അവിടെ നമ്മള് ആലുവയിൽ അവിടെ ഉണ്ട്. അപ്പൊ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരാളാണ് അല്ലാതെ. ചുമ്മാ പറഞ്ഞ നമ്മള് ട്രിപ്പിനൊന്നും വരാത്ത ആളാണ്. മാക്സിമം നമ്മള് വേറെ വ്ളോഗിൽ കാണാറുണ്ട്, പക്ഷെ ട്രിപ്പിൾ വ്ളോഗിലൊന്നും ആള് അവൈലബിൾ ആയിരിക്കില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ഒരു ട്രിപ്പ് വരുന്നത് അല്ലേ. യെസ്, ഞങ്ങള് കൊറേ ട്രിപ്പ് പോയിട്ടുണ്ടല്ലോ. എടാ ഞങ്ങള് തായ്ലൻഡ് പോയിട്ടുണ്ട്. വ്ളോഗ് ഇട്ടിട്ടില്ല. ട്രിപ്പ് വ്ളോഗ് നമ്മള് ഇവിടെ വാഗമൻ പോയപ്പോ ലാസ്റ്റ് അല്ലടാ, വാഗമൻ പോയപ്പോ നമ്മൾ ഇട്ടായിരുന്നല്ലോ. ആരെ മറ്റേ ഫ്രണ്ട്സിന്റെ കൂടെ വ്ളോഗ് ഞാൻ ഇട്ട്. ഓക്കെ, നമ്മള് വാഗമൻ പോയപ്പോ ഇട്ടായിരുന്നു. വേറെ ട്രിപ്പ് വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ബാംഗ്ലൂർ പോയത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആ ട്രിപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചെറിയ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ വ്ളോഗിലാണ് നമ്മുടെ കൂടെ ആള് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഫുൾ ഫൺ ആയിരിക്കും ഇനി അല്ലേ. ഫൺ ആൻഡ് ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും. നോ ഫൺ. വിശന്ന് തുടങ്ങി. എന്തായാലും ഫുഡ് കഴിച്ചാൽ നമ്മൾ ഓണാവും. ഇപ്പോഴേ നമ്മൾ ഓണാണ് അല്ലാതെ ഓണല്ലേ. അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിച്ചൊന്ന് ബൂസ്റ്റ് ചെയ്തേക്കാം എല്ലാരും. സജിമോനാണോ? ആലുവ നമ്മള് ഇത് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാ. നമുക്ക് അൽസാജിൽ അവിടെയാണ് അവള് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്.
അപ്പൊ അവളെ പോയി നമുക്ക് പിക്ക് ചെയ്യാം. ഈ മരത്തില് ഫ്ലവർ ഉണ്ടോ? അത് നല്ല ഇത് ഏതാ ഫ്ലവർ? ഓ നല്ല റെഡ് ആട്ടോ. ബോഗൻ വില്ല ഇത്? ബോഗൻ വില്ല തോന്നുന്നു. ഇപ്പൊ ബോഗൻ വില്ല സീസൺ ആണ് ഇവിടെ അല്ലേ? അത് സീസണാണ്, പക്ഷെ നമ്മളെ ഫ്ലാറ്റിൽ അത് കൊഴിഞ്ഞു പോയി. അതെ, ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു ബോഗൻ വില്ല നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം കല്യാണത്തിന് മുമ്പ്. അപ്പൊ അത് സീനായി കൊഴിഞ്ഞു പോയില്ലേ? അത് ഫുള്ള് പോയി, ആ ഫ്ലവേഴ്സ് എല്ലാം പോയി. അത് നമ്മൾ കല്യാണത്തിന്റെ സമയത്ത് അങ്ങോട്ടേക്ക് പോയപ്പോ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ, മറന്നുപോയതല്ല, വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് കരിഞ്ഞു പോയി. കരിഞ്ഞു പോയി. ആ ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ അതിനെ പൊക്കി എടുത്തോണ്ട് കൊണ്ടുവരുന്നല്ലേ? എടാ വെട്ടിക്കൊടുത്താ മതി. അതിന് നമ്മളിപ്പോ അതിനെ പൊക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോ ഓൺ ആയിട്ടുണ്ട്. അത് ഇനി ആ ഫ്ലവേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയ കുറച്ചും കൂടെ കളറാവും. അതും പിന്നെ വേറെ 2-3 ചെടിയും കൂടെ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് വരുന്നത്. പിന്നെ വേറൊരു സാധനം മാജിക്കൽ ഫ്രൂട്ട്. മാജിക് ഫ്രൂട്ട് ആണോ? അതിന് ഫ്രൂട്ടിന്റെ പേരെന്താ? മാജിക് ഫ്രൂട്ട്. ആ അതെ, മാജിക് ഫ്രൂട്ട്. അത് അതുപോലത്തെ ഒരു ഫ്രൂട്ട്. ആ ഫ്രൂട്ടിന്റെ ഒരു പ്ലാന്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മിറാക്കിൾ ഫ്രൂട്ട്. അതിന്റെ പ്ലാന്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയോ? ഒരു ചെറിയൊരു ഫ്രൂട്ട് പോലെ ഉണ്ടാവും, റെഡ് കളർ. അതെടുത്ത് നമ്മൾ കഴിച്ചിട്ട് എന്നിട്ട് വേറെ എന്ത് കഴിച്ചാലും ഭയങ്കര സ്വീറ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുന്നതില്ല. ലെമൺ ഒക്കെ കഴിച്ചാൽ നാരങ്ങ വെള്ളം കുടിക്കുന്ന പോലെ ഉണ്ടാവും ആ വെള്ളത്തിൽ. അങ്ങനെ ഒരു സ്വീറ്റ്നെസ് അതിൽ നിന്ന് തന്നെ, ഫ്രൂട്ടിൽ നിന്ന് തന്നെ കിട്ടും. അത് നമുക്ക് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യണ്ട. മിറാക്കിൾ ഫ്രൂട്ട്. നീ വീട്ടിൽ വരുമ്പോ, ഫ്ലാറ്റിൽ വരുമ്പോ ഞാൻ എനിക്ക് എടുത്തുതരാം. നല്ല പൂമണി ലാസ്റ്റ് ടൈം വന്നപ്പോ പൂമണി കൊടുത്തായിരുന്നു. പൂമണി അതങ്ങ് ചപ്പിട്ട് മറ്റേ നാരങ്ങയും വായിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതാണ് നമ്മൾ എത്താറായി കേട്ടോ. നമ്മളിപ്പൊ അവളെ പിക്ക് ചെയ്യും. അതെ, ഇതാണ് നമ്മുടെ ആൾ. ഹലോ, അച്ഛനാണോ മമ്മിയാണോ? അയ്യോ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, നവ്യ സാജൻ. വെറൈറ്റി. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ്. അപ്പൊ നവ്യാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള മൂന്നാറിലേക്ക്. ആദ്യമായിട്ടാണ്. എന്താണ് മൂന്നാറിനെ പറ്റി പറയാനുള്ളത്? എന്താ മൂന്നാറിനെ പറ്റി പറയാനുള്ളത്? പറയാനൊന്നും ഇല്ല. മൂന്നാറ് ട്രിപ്പ് ആദ്യമായിട്ടല്ലേ പോകുന്നത്? ഞങ്ങളുടെ കൂടെ അല്ല, ഞങ്ങളുടെ കൂടെ ആദ്യമായിട്ടാണ് മൂന്നാർ ട്രിപ്പ് നവ്യ വരുന്നത്. സോ ഇന്നത്തെ ട്രിപ്പ് നമ്മള് പൊളിക്കൂലേ? ആ അതെ, നമ്മള് ഫുൾ ഓൺ ആകാൻ പോവാ ട്രിപ്പില്. അതിനു മുമ്പ് നമുക്ക് കഴിക്കണ്ട. കഴിച്ചാലേ ഓൺ ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ടാസ്ക് നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടുപിടിക്കലാണ്. ഏതാണ്? വെജ് ആണോ നോൺ വെജ് ആണോ? വെജ്. അപ്പൊ എല്ലാരും നമ്മൾ ട്രാവലിന്റെ സമയത്ത് വെജ് ആണ് പ്രിഫർ ചെയ്യാ സാധാരണ, അല്ലേ? അല്ല, നീ ബീഫും ചിക്കൻ കറി ബീഫും പൊറോട്ടയില്ലേ നീ കഴിക്കും? അതെ, രാവിലെ മാത്രം. അതെ, രാവിലെ മാത്രം നമ്മൾ വെജ് ആയിരിക്കും കഴിക്കുക. ഉച്ചയാവുമ്പോ നമ്മള് നോൺ വെജിലേക്ക് പോകും. അപ്പൊ അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. സോ നിങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ പോവല്ലേ? ഇനി അടുത്ത റെസ്റ്റോറന്റ് കണ്ടുപിടിക്കാം. എന്താ ഓണാണ്? പോവല്ലേ? ഓക്കെ ഓക്കെ, 10 മണി വരെ ആയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാ. കുറച്ചും കൂടെ പോവാം. ഓക്കെ അമ്മേ, ആരിയാസ് ഉണ്ടോ നോക്കണം. അരിയാസ്. നമ്മൾ ഇതേപോലെ അരിയാസിൽ പോയി പെട്ടു. നമ്മള് തൃശ്ശൂർ ശോഭ സിറ്റി മാളിന്റെ അവിടെ. അരിയാസ് കൊറേ സാധനമുണ്ട്. അത് അങ്ങനെ നമ്മൾ കൊറേ ഡ്യൂപ്ലിക്കേറ്റിൽ പോയി പെട്ടു. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് നല്ല തന്നെ ഒന്ന് തപ്പി കണ്ടുപിടിക്കാം. പറ്റും തോന്നുന്നില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളൊരു ആര്യാസ് കണ്ടു. അത് ഒറിജിനൽ ആണോ ഇല്ലയോ എന്ന് എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തിയില്ല. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഭവൻ എന്തെങ്കിലും നോക്കാൻ നിർത്തുക. സെയിമാ, എല്ലാം സെയിമാ. കളറ് വേറെയാ. പക്ഷെ ഒറിജിനൽ ആര്യാസ് ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഏതാന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും തപ്പി നോക്കാന്ന് ഓർത്തു. അപ്പൊ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. കുറെ നേരം നമ്മൾ ഫുഡ് തപ്പാന്ന്. കുറച്ച് മുമ്പ് നവ്യനെ തപ്പുന്നത്, കുറച്ച് കഴിഞ്ഞ് ഫുഡ് തപ്പുന്നത്. തപ്പി നമ്മൾ എപ്പോ മൂന്നാർ എത്തുമെന്ന് എനിക്കറിയില്ല.
അതെ നമുക്ക് ഭയങ്കര എന്താ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ആ ടൈമിൽ എത്തണം. അത് കഴിഞ്ഞ് റിസോർട്ടിൽ പോകണം, ഭയങ്കര ചെക്ക് ഇൻ ചെയ്യണം. അതെ, പൂൾ ടൈമിംഗ് ഒക്കെ ഉണ്ട്. പൂൾ ടൈമിംഗ് 7 മണി വരെ ഉള്ളു. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അത് നമുക്ക് ചോദിക്കാം. മൂന്നാർ ഇവിടെ ഇതില് സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ. സ്പാ ഉണ്ട്. ഇത് നല്ല വ്യൂ. ഈ റോഡ് നല്ല രസമുണ്ടല്ലോ. നമ്മൾ ഫൈനലി ഒരു ആനന്ദ ഭവൻ കണ്ടുപിടിച്ചു. ഉടുപ്പി ആനന്ദ ഭവൻ. ഇവിടെ പോയി നമുക്ക് കഴിച്ചു നോക്കാം. കണ്ടിട്ട് രസമൊക്കെ ഉണ്ട്, ഒരു വൃത്തിയുണ്ട്. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ ആനന്ദ ഭവന്റെ അകത്തേക്ക് കയറുകയാണ്. അത് നീ എന്തേലും സംസാരിക്കുന്നുണ്ടോ? നീ എന്തേലും സംസാരിക്കുന്നുണ്ടോ? എന്തോ പറഞ്ഞായിരുന്നു. നമ്മൾ അവിടെ ഇവിടെ മാറി മാറി കളിക്കുന്നുണ്ട്. എവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഫൈനലി നമ്മൾ ഒരു സീറ്റ് കണ്ടുപിടിച്ചു. എന്താ അത് കഴിക്കാൻ പോകുന്നത്? അയ്യോന്നോ? ഞാൻ മസാല ദോശ. എന്താ ഉള്ള കഴിക്കാൻ? ഭക്ഷണമൊക്കെ നെയ്റോസ്റ്റ് മസാല പുട്ടുകടലയോ? നെയ്റോസ്റ്റ്, മസാല ദോശ, പൂരി, ഇഡലി. പുട്ടുകടലയൊന്നും ഇല്ല. മസാല ദോശ കഴിക്കാം. മസാല ദോശ. നീ ഏതാ? എനിക്ക് പൊടി റോസ്റ്റ്. നിനക്കോ? മസാല ദോശ. അവന്റെ അടുത്ത് പൊടി ഉണ്ടെങ്കിൽ പൊടി റോസ്റ്റ് ആക്കി തരും. അല്ല, മുളക് പൊടി ഇട്ട് തരും കേട്ടോ. കമ്പാക്കെടുത്തിട്ട് അടിച്ചു പൊടിയാക്കിട്ട്. നമുക്ക് പൊടി റോസ്റ്റ്, നീ മസാല ദോശ, പൂരി മസാല. നീ പൂരി കഴിച്ചു വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന ഭയ്യ. ഇത് പൊടി റോസ്റ്റേ, പൊടി. वीडियो में आएगा प्रॉब्लम. ഓക്കെ, മസാല ദോശ 2 മസാല ദോശ, ഒരു പൊടി റോസ്റ്റ്. ഇല്ല, ഓക്കെ ഇല്ലെന്നാ പറഞ്ഞു. എന്നാ ഒരു പ്ലെയിൻ റോസ്റ്റ്. പിന്നെ ഗീ റോസ്റ്റ് ഒന്ന്, മസാല, ഒരു പൂരി മസാല. ഓക്കെ. എനിക്ക് പൊടി റോസ്റ്റ് കിട്ടിയില്ല. അവൻ കൊറേ നേരം അല്ല, ആദ്യം ഞാൻ കേറി വന്നപ്പോഴേ ആള് ചോദിച്ചത് ഹിന്ദി മാളുമേ ഹിന്ദി വാളായേ. ഹിന്ദി അല്ല, ഹിന്ദി. ആള് ഞാൻ അല്ല, അതല്ല, ഞാൻ കൊറേ ഹിന്ദിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് കണ്ടപ്പോ അവൻ ഭയങ്കര ഹിന്ദിക്കാര് സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. കാര്യമായിട്ട് ഹിന്ദി ആയേഗാ, തോടെ ആയേഗാ, മാലു നയി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ആള് ഭയങ്കര ഹാപ്പി ആയി. നമുക്ക് ഫുഡ് എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മളെ നെയ് റോസ്റ്റ് വന്നു, മസാല ദോശ വന്നു, മസാല ദോശ, പൂരി മസാല. കഴിക്കാം. വട വേണ്ടേ? എനിക്കും വട വേണ്ട. ആളുടെ അടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ പറയാം വട വേണ്ട. ഭയ്യ വട വേണ്ട, വട എടുത്തേക്കോ. 3 അവൻ ഭയങ്കര ഹാപ്പി കേട്ടോ. എന്താന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വന്ന് എടുക്കാന്ന് പറയാം. മേ യൂട്യൂബ് ചാനലിനെ ആയേഗാ എന്ന് പറഞ്ഞ് നാട്ടിൽ വിളിച്ച് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയി ആള്. അതെ, വരുന്നുണ്ട്. ചിരിച്ചോണ്ടേ ഇരിക്കുന്നത്. आपका नाम क्या है भैया? साकिब बाबू, साकिब हुसैन. वाവ്, ഗുഡ് നൈം, നൈസ് നെയിം. സാക്കിബ് ഹുസൈൻ ആണ് ആളുടെ പേര്. ആള് ഭയങ്കര ഹാപ്പിയാണ്. വന്നപ്പോ തൊട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. നമുക്കും പേരിടും. ആതിര, കൃഷ്ണൻ, ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, അനിരുദ്ധൻ പി പിള്ളൈ. നവ്യ സാജനല്ലേ? നവ്യ സാജൻ, ആദിത്യ റാവി. ഇവന്റെ പേര് വേറെ എന്നാ പറഞ്ഞ. അവന്റെ പേര് കേൾക്കാം. എന്താ? അനിരുദ്ധൻ വേറെയാണോ? നമ്മുടെ അവന്റെ പേര് ഹക്കീം ഹുസൈൻ. ഭയങ്കര ഹാപ്പി കേട്ടോ. അതേ പിള്ളേരുടെ കൂടെ ഒക്കെ സംസാരിച്ച് ഭയങ്കര. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നമ്മളെ ഫുഡ് സെർവ് ചെയ്യുന്ന കടയിൽ നിൽക്കുന്ന ആള് സന്തോഷത്തോട്. ഞാനൊക്കെ പണിയെടുക്കുമ്പോ മുഖം ഇങ്ങനെ ഇരിക്കും. അപ്പൊ സക്കീം ഹുസൈൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് നമ്മളെ കാണുമ്പോ എല്ലാം ചിരിച്ചോണ്ടിരിക്കുന്ന അവിടെ നോക്കി ചിരിക്കുന്നത് നമ്മളെ. സക്കീം ഹുസൈൻ വൈറലാവും തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ട? ഇനി ഒരു പൂരിയും കൂടെ വേണം. ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. ആള് ഭയങ്കര ഹാപ്പിയാണ്. വരട്ടെ.
ചായ വേണോ? ഇത് ഏലക്ക ഇടാണ്ട് ചായ വേണോ? കിട്ടുവോ? ആ ചോദിക്കാം. ഏലക്കയ്ക്ക് ഹിന്ദിയിൽ എന്താ പറയാ? അതെനിക്കറിയാം. കാർഡമം ഹിന്ദിയിലാണോ? പൂരിയല്ലേ? 2 പൂരി വേണം. ആ പിന്നെ ചായ ഉണ്ടോ? ചായ മറ്റേ ഏലക്ക ഇടാണ്ട് കിട്ടുമോ? മറ്റേ ഏലക്ക കാർഡമം ഏലക്ക ഇടാണ്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. ആ നോർമൽ ചായ ഏലക്ക ഇല്ലാണ്ട്. ആ ഓക്കെ ഉണ്ട്. ഓക്കെ അപ്പൊ അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പൂരി മസാല ആയിട്ട് വന്നിട്ട് ആ 2 പൂരി മേരാ വാല 1 പൂരി. ചായ വിത്തൗട്ട് ഏലക്കയാണോ? ആ വിത്തൗട്ട് ഏലക്ക. ഇല ഇല്ലാത്ത. ഓക്കെ ഇല ഇല്ലാത്ത ചായ. എന്തോ ഒരു സാധനം ഇല്ലാത്തൊരു ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വേണേ കുടിച്ചോട്ടോ. നല്ലാണോ നോക്കി വേണോ? അത് എടുക്കാൻ നോക്കട്ടെ. ഓക്കെ അപ്പൊ എനിക്ക് മസാല ഒന്നുമില്ലോ അവൻ. മസാല ഓക്കെ ഞാൻ പൂരി കഴിക്കട്ടെ. അത് എന്താ കാണിച്ചു വെച്ചേക്കുന്നത് ഇവിടെ? ആ ടേബിള് ടേബിള് ഫുള്ള് അലമ്പാക്കി വെച്ചേക്കുന്നു. ആ എന്ത് ഇത് കറീന്റെ തിരിച്ചു വെച്ചഴിക്കുന്നു നിനക്കോ? അത് എനിക്ക് വേണ്ടി. ഇങ്ങനെയല്ല ഇവിടെ കൊറേ ആൾക്കാർ വരുന്നുണ്ടല്ലേ റോഡ്. നമ്മൾ ഈ ഹൈവേയിൽ പോകുമ്പോ ഫസ്റ്റ് ഭവൻ ഇതാന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ കൊറേ ആൾക്കാർ വരുന്നുണ്ട്. നല്ല തിരക്കായിട്ടുണ്ട്. പക്ഷെ ഫുഡ് ഓക്കെ ആണ് അല്ലേ? ഫുഡ് ഓക്കെ ആണ്. പൂരി കുഴപ്പമില്ലായിരുന്നു. പൂരി നല്ലതാണ്. ഇതും എന്റെ ദോശയും നല്ലായിരുന്നു. ഓക്കെയാണ്. എനിക്ക് ചട്നി ഇഷ്ടപ്പെട്ടു വൈറ്റ്. പിന്നെ പറഞ്ഞാൽ മതി. സക്കീം ഹുസൈൻ നമ്മളെ എപ്പോ കാണുമ്പോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ചിരിച്ചോണ്ടിരിക്കുന്നു. ഹീസ് എ വെരി ഹാപ്പി ഫേസ് ആണ്. ഒരു പോസിറ്റീവ് ഫേസ്. എന്താ പോയില്ല? ഞാൻ സക്കീം പുള്ളി ചിരിച്ചായിരുന്നു നമ്മളെ. ഓക്കെ ഇപ്പൊ ഓക്കെ ആണോ? ചായ ഓക്കെ ആണോ? ആ ഓക്കെ എന്നാ കുടിച്ചോ. ഏല ഇല്ലാത്ത ചായ ആണിത്. ഏല ഇല്ലാത്തന്ന് അവൻ പറഞ്ഞത്. ഐഫോണ് हमारे पास आईफोन है बिग. ഞങ്ങളുടെ കയ്യിൽ പോലും ഐഫോൺ ഇല്ല भैया. ये फंटक किसे? ये वाला हमारा पेज है. हमारा इन्फो पार्क में आ गया. फॉलो करा यूट्यूब में यूट्यूब चैनल ऑल्सो ഉണ്ട്. എങ്ങനെ പറയാ? यूट्यूब चैनल ऑल्सो है. ये वाला में यूट्यूब वीडियो अपलोड करे. यू അവൻ ഇങ്ങനെ വരും എന്ന് പറയാ. सब्सक्राइब करो. हाँ सब्सक्राइब करो. यू इन यूट्यूब चैनल. നീ ഹിന്ദി പറഞ്ഞ് കഷ്ടപ്പെടണ്ട. എനിക്ക് മലയാളം അറിയാം. മാളുമേ സബ്സ്ക്രൈബ് കറോ എല്ലാം വരാന്ന് പറഞ്ഞ ആള്. അപ്പൊ ആള് ഭയങ്കര ഹാപ്പി ആണ്. നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ പണിയെടുക്കാൻ പറ്റണമെന്നാണ്. നല്ല ഹാപ്പി ആയിട്ടിരുന്നു പണിയെടുക്കുന്നത്. ആള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, നമ്മളെ ഫോളോ ചെയ്തു, നമ്മുടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് എല്ലാം ചെയ്തേക്കാന്ന് പറഞ്ഞു. ഫുൾ സപ്പോർട്ടാന്ന് പറഞ്ഞു. എന്തായാലും വരട്ടെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതെ എല്ലാ കമന്റ്സും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കഴിച്ചില്ല. ഇതെന്തത്? ഇവിടെ ഇതുവരെ തീർന്നിട്ടില്ല. നമ്മള് ഫുഡ് കഴിച്ചു കേട്ടോ. ഇവള് മാത്രം കഴിക്കാത്തത്. ബൈ സാഹിബ് ഹുസൈൻ ബൈ. അപ്പൊ നെക്സ്റ്റ് ടൈം കാണാം. യു വിൽ സീ നെക്സ്റ്റ് ടൈം. വ്ളോഗിൽ കാണാം. എവിടെ സ്ഥലം? आपका असम से आएगा. हाँ ओके भैया बाय. അപ്പൊ നമ്മള് ആൾക്ക് ബായ് പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അവന്റെ ഫാനാണോ? ഞാൻ അവന്റെ ഫാനാണോ? വേ ഓഫ് വർക്ക് ചെയ്യുന്നതും നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യണം. എന്നാലേ നമുക്ക് അതിന്റെ ഒരു ബാക്കി കസ്റ്റമേഴ്സിനെ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ എല്ലാവരും വർക്ക് ചെയ്യാം. അത് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഹാപ്പി ഒരു വർക്കറിനെ നമ്മൾ കാണുന്നത്. ഹിന്ദി എനിക്കറിയില്ല. ഭയ്യ യു ആർ സോ ഹാപ്പി. ഇതുപോലെ തന്നെ ഇരിക്കുക. ഓക്കെ ട്രാൻസ്ലേറ്റ് കറോ ഭയ്യ എന്ന് പറയും. ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി.
അപ്പൊ നീ നേരെ മൂന്നാറിലേക്ക്, ഇനി വേറെ എവിടെ സ്റ്റോപ്പ് ഇല്ല, ഒറ്റ പോക്കാണ് അല്ലേ? വേറെ ഓക്കെ, സ്ഥലം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. അപ്പൊ ഇനി ഇറങ്ങിയിട്ട് ഇനി പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാണാം. അതെ, പോലീസാ നമ്മളെന്തിനാ പിടിക്കുന്നേ? നമ്മളിപ്പോ നെല്ലിക്കുഴിയിലാണ്. ഇവിടെയാണ് മറ്റേ ഹോൾസെയിൽ ആയിട്ട് ഫർണിച്ചർ കിട്ടുന്ന സ്ഥലം. മെയിൻ സ്പോട്ടാണ്. ഇതാ ഇഷ്ടംപോലെ ഫർണിച്ചറിന്റെ ഫുള്ള് ഫർണിച്ചറിന്റെ ഷോപ്പ്. അതാ ഈ സൈഡ് ഇത് കണ്ടോ, ഇവിടെ ഉണ്ട്. ഞാൻ വരുന്ന വഴിക്ക് തന്നെ 2-3 കണ്ട് നമ്മൾ മിസ്സാക്കിയത് കുറെ ഉണ്ട്. നമ്മള് ഈ ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി ഇവിടെ കുറച്ച് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം നമ്മൾ മറന്നുപോയി അല്ലേ? നമ്മള് എവിടെയോ പേര് മറന്നുപോയി. നമ്മള് ഇതിലെ പാസ് ചെയ്ത് പോയപ്പോ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. പറയാ ഇത് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഫർണിച്ചറിന്റെ ഷോപ്പാ. അപ്പൊ ഇവിടെയാണ് മെയിൻ. അപ്പൊ നിങ്ങൾ ഫർണിച്ചർ ഒക്കെ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയോ, ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അല്ലേ? അത് സെലിബ്രിറ്റീസ് ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. സെലിബ്രിറ്റീസ് അങ്ങനെ അല്ല, നമുക്ക് അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. നമ്മള് വാങ്ങണമെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നല്ല റേറ്റ് കുറവ് ഹോൾസെയിൽ റേറ്റിലൊക്കെ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കൂ. നെല്ലിക്കുഴി അതാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ അതാണ് സംഭവം. ഇതൊക്കെ ഫർണിച്ചറിന്റെ ഷോപ്പ്. ഇഷ്ടംപോലെ ഷോപ്പ് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. മെയിൻ സ്ഥലം അത്. ഈ സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ മിസ് ചെയ്ത് പോയത്. ഒന്ന് കൊറേ ഉണ്ട് കേട്ടോ. കട കാലിയാക്കലൊക്കെ അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് വാങ്ങാനൊന്നും ഇല്ല. ഇനി നമുക്ക് പതിയെ നോക്കാം. കട്ടില് വാങ്ങണം. കട്ടില് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് ഞങ്ങള്. കട്ടില് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു നമ്മള്. കുറച്ചും കൂടെ ഓക്കെ. നമ്മൾ ഇനി മൂന്നാർ എത്താൻ ഒരു 3-4 മണിക്കൂറും കൂടെ എത്തും. വട്ടവട എത്താൻ വേണ്ടിട്ട് 4 മണിക്കൂറും കൂടെ എടുക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്ലാന് വട്ടവട പോകുന്നല്ലേ? വട്ടവടക്കാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ. നമ്മുടെ പ്ലാനില് ഫസ്റ്റ് നമ്മളെ ടാസ്ക് വട്ടവട പണിയുണ്ട്. സ്ട്രോബെറി പറിക്കാൻ വേണ്ടി നമ്മള് വിളിച്ചിട്ടുണ്ട്. അതെ, അത് പറിക്കാൻ വേണ്ടി നമ്മള് പോവാ. നമ്മള് ഫാമിൽ പോകണം അറിയില്ല കേട്ടോ. സീസൺ ആണെങ്കിലും അല്ലെങ്കിലും മണ്ണ് കണ്ടിട്ട് തിരിച്ചു വരും. അപ്പൊ എന്തായാലും നമ്മുടെ തലയിൽ വെച്ച് വരും. എന്നാ വിട്ടോ, നമ്മള് സ്ട്രോബെറി ഫാമിലാണ് ആദ്യം പോകുന്നത്. അവിടെ പോയിട്ട് സ്ട്രോബെറി ഒക്കെ കണ്ട് അവിടെ ഒന്ന് കറങ്ങിയിട്ട് അത് കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും ജസ്റ്റ് വേറെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ പോകുന്നതാണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അല്ലെ? വട്ടവടയിലേക്ക് വിടുക. വണ്ടി വട്ടവടയിലേക്ക്. അവിടെ ഒരു ഡാം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് ഓൾമോസ്റ്റ് മൂന്നാറ് ഇടുക്കി കേറുക. ഇതേതാ സ്ഥലം അറിയോ? അയ്യോ, ഡാം കാണുന്നില്ല. ഇടുക്കി എത്താറായിട്ടൊന്നുമില്ല. ആ പാലം കാണുന്നില്ലോ. അതാ ആ പാലം കുറച്ചും കൂടെ പോണം. റോഡ് നല്ല വീതി കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇടുങ്ങിയ റോഡ് വരുമോ? റോഡ് നല്ല രസമുണ്ട്. പുതിയ റോഡ് ഇട്ട പോലെ ഉണ്ടല്ലോ. നമ്മൾ അന്ന് ഞാൻ പണ്ട് പോയപ്പോ നമ്മള് പോയിട്ട് കൊറേ ആയെന്ന് തോന്നില്ലേ? അത് ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയില്ല? നമ്മൾ എവിടെയോ പോയിട്ട് ഇവിടെ വന്ന് ചായ കുടിച്ചില്ലേ? ഇത് നേര്യമംഗലം പുതിയ പാലമാണ് ഇവിടെ പണിയുന്നത്. പുതിയ പാലമാണ് പണിയുന്നത് ഇവിടെ. നല്ല വലിയ ഹൈറ്റിലുണ്ടല്ലേ? പക്ഷെ ഈ പാലം അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇല്ല, ഇത് നോർമൽ റോഡായിരുന്നു. റോഡായിരുന്നു. അതുപോലെ ഒരു ചെറിയ പാലമായിരുന്നു ഫ്രണ്ടിലുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്ന നമ്മള് ചായ കുടിച്ചത്. അതെവിടെയാണ്? കോതമംഗലാണ് നമ്മള് പോയത്. നമ്മള് ഇവിടെ പോയി. സ്കൂളിന്റെ ഇവിടെ ബാക്കില് വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് വന്നത്. ആ സ്ഥലം ഏതാ? അല്ലല്ല, അതിന് വേറൊരു കറക്റ്റ് ഒരു അല്ലടാ. ഇത് എടാ, ഒരു സ്കൂളിന്റെ ബാക്കിൽ ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. നല്ല വ്യൂ ഉള്ള വാട്ടർ. അയ്യോ, ആ സ്ഥലത്തിന്റെ പേര് നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായില്ലേ? സ്കൂളിന്റെ ബാക്കിൽ ഒരു വലിയ മല, അതിന്ന് വെള്ളച്ചാട്ടം പോലെ. അതെ, ആ സ്ഥലത്തിന്റെ പേര്. കൊറേ പേര് ആ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഒരു കാട്ടിക്കൂടെ ഒക്കെ നമ്മൾ പോയത്. തിരിച്ചു വരുമ്പോ നല്ല റോഡ് കിട്ടി. അതിരപ്പള്ളി അല്ലടാ. എടാ, ഞാനിപ്പോ പറയാം. ഞാൻ നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ. പാലത്തിന്റെ അകത്തോടെ പോകുമ്പോ വേറെ ഫീൽ കേട്ടോ. ഇല്ലിക്കല്ല് ഞാനിപ്പോ പറയാട്ടോ സ്ഥലം ഏതാന്ന്. നമ്മള് മല കയറി തുടങ്ങി അല്ലേ? അതെ,
നമ്മൾ മല കയറി തുടങ്ങും പുതിയ കാഴ്ചകൾ. പക്ഷെ ഒരു പച്ചപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ട്. വെയിലായതുകൊണ്ട് എല്ലാം ഉണങ്ങിപ്പോയിട്ടോ. ഇവിടെ റോഡ് പണി നടക്കാൻ തോന്നുന്നു. ഈ സൈഡ് ഫുള്ള് റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടേക്കുന്നത്. അപ്പൊ റോഡ് വീതി കൂട്ടാൻ പോവാൻ തോന്നുന്നു കേട്ടോ. ഈ പണ്ട് ഇത് പൊളിച്ചിട്ടില്ലല്ലോ, നമ്മള് അന്നപ്പോ ഒന്നും പൊളിച്ചിട്ടില്ല. റോഡ് പണി നടക്കുന്ന, റോഡ് ഭയങ്കര ചെറുതാണ്. ഇനി വലിയ റോഡൊക്കെ വന്നാൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. അയ്യോ ചെറിയ ഗ്യാപ്പ് ഒക്കെ ഗ്യാപ്പ് റോഡ്, ചെറിയ ഗ്യാപ്പുള്ള റോഡ്. അതെ, അതാണ് ഗ്യാപ്പ് റോഡ്. അപ്പൊ നിനക്ക് നവിക്ക് എന്താ വേണ്ടത്? നവിക്കൊരു നടുക്ക് കാടിന്റെ നമ്മള് മല കയറി പോകുമ്പോഴാണ് അവർക്ക് ഉപ്പ് സോഡ കുടിക്കണം തോന്നിയത്. അപ്പൊ നമുക്ക് കമന്റ് ചെയ്യാം. നമ്മള് മൂന്നാർ പോകുന്ന വഴിക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ബംഗാളി വല്ലിയോ ബംഗനഹല്ലി എത്തും. അല്ല അങ്ങനെയൊന്നുമില്ല. ഈ റോഡിൽ നമുക്കൊരു സ്പോട്ട് ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫാൾസ് ഉണ്ട് ലെഫ്റ്റ് സൈഡില്. ആ ലെഫ്റ്റ് സൈഡിൽ എന്തായാലും ഉപ്പ് സോഡ ഒക്കെ കിട്ടും. അവിടെ നിന്ന് നമുക്ക് നവ്യക്ക് ഉപ്പ് സോഡ വാങ്ങി കൊടുക്കാം. ഇനി പോകുന്ന വഴിക്ക് വേറെ സ്പോട്ട് ഒന്നുമില്ല, ഒരു വാട്ടർഫാൾസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അല്ലടാ, അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് പോകുന്ന വഴിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാറാ. അതിന്റെ ഇടയ്ക്ക് വേറെ സ്പോട്ട് ഉണ്ട്. പിന്നെ ആനച്ചാൽ എത്തുന്ന മുമ്പ് ആ കട്ടിങ്ങിന്റെ അവിടെ കുറച്ച് വ്യൂ പോയിന്റ് ഉണ്ട്. അതൊക്കെയാണ് പോകുന്ന വഴിക്ക്. അതേ കൊരങ്ങൻ, കൊരങ്ങനെ നമ്മൾ കണ്ടായിരുന്നു, കാണിക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. അടുത്ത് എന്തായാലും അവിടെ ഉണ്ടാവും, ആ വാട്ടർഫാൾസിന്റെ അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കൊരങ്ങന്റെ കൂടെ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ഞാൻ ഡെയിലി സംസാരിക്കുന്നുണ്ട്. അതെ 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 അതെ. വേറെ സീനെന്ന് വെച്ചാൽ കൊരങ്ങന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് പോവാ. നമ്മളെ ഫോണൊക്കെ പിടിച്ചോണ്ടിരിക്കുമ്പോ ഫോണും കൊണ്ട് പോവാ. ഹലോ ഗായ്സ് പറഞ്ഞു പോവാ. ഓക്കെ, നമ്മൾ അന്ന് അങ്ങോട്ടേക്ക് പോയിട്ടേ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കട്ടെ. നീ എന്തിനാ കുടിക്കുന്നേ? അവള് കുടിക്കട്ടെ, അവൾക്ക് നമ്മള് അങ്ങനെയാണ്. എനിക്കൊരു സോഡ സർബത്ത് എന്തേലൊക്കെ കുടിക്കാം, സർബത്ത് എന്തേലൊക്കെ കുടിക്കാം. നമ്മള് ഒരു വാട്ടർഫാൾസിന്റെ അവിടെ എത്തി. ഏതാ വാട്ടർഫാൾസ് അറിയോ? എല്ലാം ഉണങ്ങി കിടക്കുക. വാട്ടർഫാൾസിൽ വാട്ടർ ഇല്ല, വെള്ളം ഇല്ല. ഇവനെന്താ അവിടെ പോയിരിക്കുന്ന നട റോട്ടില്? ഇവനെന്താ പറ്റിയേ? ഇവനെന്താ സങ്കടമായോ? അവന് വിഷമായിട്ടുണ്ട്. നമുക്കൊരു അന്ന് ഇവക്ക് ഇവിടെ ഇല്ലേ, അവിടെ ഇല്ലേ ഷോപ്പ്? എവിടെയാ? അവിടെ ഉണ്ട്. നമുക്ക് കുടിക്കാം. നമുക്കൊരു നാരങ്ങ വെള്ളം, സോഡ, ഉപ്പ് സോഡ കുടിക്കാന്നാണ്. അവിടെ വെയിലാ, നമുക്ക് അപ്പുറ സൈഡിൽ നിന്ന് കുടിച്ചാൽ മതിയായിരുന്നു. നാരങ്ങ വേണമെന്നാ? നാരിയൽ പാനി ഹേ. ഇവിടെയാണ് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുന്നത്. എന്തെന്താ ക്യാ ക്യാ ഹേ ഹേ എന്തൊക്കെയുണ്ട്? ഒരു ഉപ്പ് സോഡ, മാങ്ങയുണ്ട്. ഉപ്പിലിട്ടാണോ ഇത്? അല്ലല്ലോ, നോർമല് വെയിലത്ത് വെച്ചാ ഉപ്പിലിട്ടല്ല. അതല്ല, ലുക്കിന് വേണ്ടി ഒരു ഉപ്പ് സോഡ പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞു? നിനക്കൊന്നും വേണ്ട? ഒരെണ്ണോടെ വാങ്ങിക്കൊന്നാ. കരിക്കണോ? പക്ഷെ പ്രശ്നം എന്താ? എനിക്ക് കരിക്ക് കുടിക്കാം. ഒരു രണ്ട്. നിനക്ക് വേണ്ടേ? കരിക്ക് വേണോ? പെട്ടെന്ന് തരുമെങ്കിൽ എന്നാ രണ്ടെണ്ണം വാങ്ങാം, എന്നിട്ട് പിന്നെ നോക്കാം. രണ്ട് കരിക്കും കൂടെ വാങ്ങാം. എന്താ അടുത്ത എന്ത് വാങ്ങണമെന്ന് ആലോചിച്ചോണ്ടിരിക്കും. ഹിൽസ് കയറണമെങ്കിൽ സോഡ നാരങ്ങ വെള്ളം ഉണ്ടെങ്കിൽ ഹിൽസ് കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സീനാവെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. ഇളനീരിന്റെ നെക്സ്റ്റ് ലെവൽ ആയിട്ടുണ്ട്. ആണോ? ടേസ്റ്റ് ഉണ്ടോ? തെങ്ങിന്റെ അടുത്ത് ടേസ്റ്റ് ഉണ്ടോ? അതെ, ഇതാണ് വാട്ടർഫാൾസ്. പക്ഷെ വാട്ടർഫാൾസിൽ വെള്ളമില്ല, കരിക്ക് മാത്രമേ കുടിച്ചേ, സോഡ മാത്രമേ ഒന്നുമില്ല. ലാസ്റ്റ് ടൈം നമ്മൾ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് ടൈം ചാടാനുള്ള വെള്ളം വേണ്ടേ? പക്ഷെ അത് ഇതേപോലെ ആയിരിക്കും മൂന്നാറിലെ അവസ്ഥയും. വാട്ടർഫാൾസിലൊന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല. വാട്ടർഫാൾസ് പോരുത് നമ്മള്. നമുക്ക് അതിന്റെ പ്ലാൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതാണ്, നമുക്ക് വാട്ടർഫാൾസിന്റെ പ്ലാൻ ഒന്നും ഇല്ല. നമ്മുടെ പ്ലാനേ വേറെയാ. എന്താ? തീർന്നാ? മതി മതി, എനിക്ക് കുടിക്കണമെന്നില്ല.
പിന്നെ അത് തന്നാ പോരെ. വെള്ളം കൂടുതലാണെന്നാ പറയുന്നത്. മറ്റേ ഈ കരിക്ക് നമ്മൾ വാങ്ങിയതിൽ വെള്ളം കുറവായിരുന്നു. ഞാൻ 2 സിപ്പ് എടുക്കുമ്പോഴേ തീർന്നത്. 2 സിപ്പ് എടുക്കുമ്പോഴേ തീർന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കുടിച്ചു നോക്കാം. എന്തൊക്കെ കഷ്ടപ്പാ. ഇത് നിറഞ്ഞ തുളുമ്പുന്നില്ല. നോക്കട്ടെ ഇത് തീരുവോന്ന്. നോക്ക്. ഇത് നല്ല കൂടുതലാ. ഇതിന്റെ അകത്ത് എടുക്കാൻ പറയണോ? വേണ്ടല്ലോ. എന്താടാ ഇതിന്റെ അകത്ത് എടുത്താൽ ചിലപ്പോ നല്ലതായിരിക്കും. നമ്മൾ കരിക്കിൽ എന്താ ഉള്ളതെന്നറിയോ? സോഡിയം, പൊട്ടാഷ്യം ഇല്ലേ? ഉണ്ട്. അത് രണ്ടും ഉണ്ട്. അപ്പൊ കരിക്ക് കുടിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മള് ഫ്രഷ് ആയിട്ടിരിക്കാനും സോഡിയത്തിന്റെ ഇത് പൊട്ടാഷ്യത്തിന്റെ ഇത് കൂട്ടാൻ വേണ്ടിട്ട് നമ്മള് ഡൗൺ ആയിട്ടിരിക്കുമ്പോ ഇത് കുടിക്കുന്നേ. സോഡിയം പൊട്ടാഷ്യം ഉണ്ടെന്ന് അറിയാം. അത് എന്തിനാന്ന് അറിയില്ല, പക്ഷെ നല്ലാന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോ കരി കുടിക്കാൻ പറയില്ലേ? എനർജി കിട്ടും. കുഴപ്പമില്ല നല്ലതാണോ? എനിക്ക് മതി. അവര് വന്നില്ല. വേഗം വാ, പോണ്ടേ? പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഇവള് പകുതി റോഡിൽ കേറിയപ്പോഴാണ് അവര് ഞങ്ങളില്ലാന്ന് പറഞ്ഞ. അപ്പൊ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ് ഇനി നേരെ അങ്ങോട്ടേക്ക് കേറല്ലേ? അപ്പൊ ഇനി കേറിട്ട് കാണാം. അയ്യോ ഒരു ചുവന്ന കളർ സാധനം എവിടെ? എന്താ എവിടെ? അകത്ത് പോയിട്ടോ. പോയാ? ഓ അത് വണ്ടിന്റെ റെഡ് കളർ വേർഷൻ ആണോ? പോവാ. നിന്റെ ഫ്രണ്ട് എന്തേലും തിന്നാൻ കൊടുക്കോ? ഹലോ. ഫേസ് ഒക്കെ ചുവന്നിരിക്കുന്നേ. മുഖം ചുവന്നിരിക്കുന്നത്. അതെ, മുഖമൊക്കെ ചുവന്നിരിക്കുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. നമ്മളെ ഫേസ് ഒന്നും എങ്ങനെ ഇരിക്കാത്ത? നമ്മളാണെ കറുത്തിരിക്കുന്നത്. ഇത് ഫൗണ്ടേഷൻ ഇട്ടതായിരിക്കും, അല്ലെങ്കിൽ സൺസ്ക്രീൻ ബ്ലഷ് കേട്ടോ. ടാറ്റാ ബൈ, ഞങ്ങള് പോവാണേ. അയ്യോ അത് ഇങ്ങോട്ട് വരാന്ന് തോന്നുന്നു. ഇപ്പൊ അവിടുന്ന് ചാടും. ചാട്ടത്തിന് ഇവിടെ നമുക്ക് പോവാം. ഓക്കെ, ഞങ്ങള് പോവാ. ഞങ്ങള് മൂന്നാർ പോയിട്ട് വരാട്ടോ. വരുമ്പോ കാണാം. അത്ര സേഫ് അല്ല. നമ്മളൊരു വാട്ടർഫോൾസ് കണ്ടു. അവിടെ വെള്ളം ഉള്ളത് നമ്മൾ കണ്ടു. അതൊന്ന് കണ്ടിട്ട് വരാന്ന് നോക്കി. അല്ലാതെ തണുപ്പ് തണുപ്പോ? നല്ല ചൂട്, നല്ല കത്തുന്ന വെയിലില് ജാക്കറ്റ് ഇട്ട് വേറെ വഴിയില്ല. ഇവിടെയാണ് വാട്ടർഫോൾസ്. എവിടെ? എനിക്ക് തോന്നില്ല ഇതിലേക്ക് വേറെ വഴി ഉണ്ടാവും കേട്ടോ. വാട്ടർഫോൾസ് ഇല്ല, ഇതിലേക്ക് ഇറങ്ങി പോകാൻ പറ്റൂല. പറ്റില്ല? ഉറപ്പാ? പിന്നെന്തിനാ? ഇവിടുന്ന് കാണാനേ പറ്റുള്ളൂ വാട്ടർഫോൾസ്. ഇല്ല. ഓ ഇതുപോലത്തെ സില്ലി കാഴ്ചകളൊന്നും കൊള്ളാലേ ഈ വാട്ടർഫോൾസ്. താഴേന്ന് കണ്ട അടിപൊളിയായിരിക്കും. താഴേന്ന് കണ്ട അടിപൊളിയായിരിക്കും. ഓ താഴേക്ക് വെറുതെ അല്ല വിടാത്തത്. ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. താഴെ കൊറേ നിക്കാനൊക്കെ. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും. എന്താ നിക്കാൻ? അല്ലടാ, നമ്മളിപ്പോ പോവാണെങ്കിലും അതിന്റെ അടിയിലൊക്കെ പോയി ആൾക്കാർ കുളിക്കൂലേ? കുറച്ച് വലുതല്ലേ. ഇപ്പൊ ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ മറ്റേ മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും അതിന്റെ അകത്ത്. ഇതാണ് വാലറ വാട്ടർഫോൾസ്. ഇതാണല്ലേ ഒറിജിനല്? ഈ വാട്ടർഫോൾസിന്റെ ഈ വെള്ളമാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് വെള്ളമാണോ അതിൽ വരുന്നത്? അല്ലല്ല, അപ്പൊ അത് വേറെ വാട്ടർഫോൾസ്. അത് വേറെയാ. അതിന്റെ തന്നെ വേറെ സൈഡാ തോന്നുന്നു. കൊള്ളാം. ഇപ്പൊ ഈ ചൂടത്ത് താഴെ പോയി നല്ല സുഖമാണ്. നല്ല സുഖമായിരിക്കും. വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് അവിടെ ഇരിക്കാം. അതിങ്ങനെ വെള്ളം ചെറുതായിട്ട് സ്പ്രേ ചെയ്യൂലേ നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാ. അപ്പൊ നമുക്ക് പോവാം. നല്ല വെയിലാ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഓ മൈ ഗോഡ്. ക്രോസ് ചെയ്യാ. അടിമാലിൽ നിന്ന് ആദ്യത്തിനോടൊപ്പം നമ്മുടെ ഇത് മൂന്നാർ പോകുന്ന വഴിക്ക് ഫുള്ള് റോഡ് പണി കേട്ടോ. നോക്ക്, സൈഡില് നോക്ക്, ചെറിയ റോഡ്. അതെ, ഫുള്ള് ഒരു ചെറിയ റോഡേ ഉള്ളൂ ഇപ്പൊ നമുക്ക് വണ്ടി പോവാൻ. അങ്ങോട്ടൊന്ന് ഫ്രണ്ടിൽ വന്നാലും പണി നടക്കുന്നുണ്ട്. അതെ, നോക്ക് ലെഫ്റ്റ് സൈഡ് നോക്ക്, ഫുള്ള് പൊളിച്ചിട്ടേക്ക്. പ്രത്യേകത എന്താ? മരോ? അതെ, നടുക്ക് റോഡാ. ഇതില് ബൈക്കില് പോവും. അത് കേക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് ഇവൻ പറഞ്ഞു കേട്ടോ. ഈ മണ്ടത്തരൊന്നും നിങ്ങൾ കേൾക്കാൻ നിക്കണ്ട. അതെ, മുകളിൽ ഉരുൾപൊട്ടലൊക്കെ ഇത് ഈ പാറയൊക്കെ പൊളിച്ചിട്ട് ഇവര് റോഡാക്കുക. ഈ റോഡ് ആയിക്കഴിഞ്ഞാൽ നല്ല അല്ലേ? സിപ്ലൈൻ ഒക്കെ ഉണ്ട്. സിപ്ലൈൻ. അതെ, ഇവിടെ താഴെ സിപ്ലൈൻ ഉണ്ട്. ഇല്ല ആ ചേച്ചി പോന്ന്.
ആ ചേച്ചിനെ കണ്ടിട്ട് സിപ്പ് ലൈനിൽ പോണെന്ന് പറഞ്ഞ നല്ല രസം ഉണ്ടായിരുന്നല്ലേ? അവരിത് ട്രൈപ്പ് മറ്റേ ഇത് വെച്ചിട്ട് ഗോപ്രോയും വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് പോവായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സിപ്പ് ലൈന്. ആ സിപ്പ് ലൈനിൽ പോയാലോ? ആയിട്ടില്ല മൂന്നാറൊന്ന് എത്തട്ടെ കേട്ടോ. നമ്മൾ ഇവിടെ നിന്നോന്ന് എനിക്ക് അതാ ഞാൻ പറയാം. നാളെ നമുക്ക് തിരിച്ചു വരുമ്പോ സിപ്പ് ലൈനിൽ കയറാം. സിപ്പ് ലൈനിൽ കയറാം. എവിടാ? നമ്മള് മൂന്നാർ ഓൾമോസ്റ്റ് എത്താറായി. നമ്മള് തേയിലക്കാടുകൾ കണ്ടു തുടങ്ങി. ഇതൊന്ന് ഇതൊക്കെ ഗേൾസ് തിങ്സ് ആണ് ഗൈസ്. ഏത് ഗേൾസ് തിങ്സ്? ഇതൊക്കെ താഴ്ത്തി വെക്കുന്നത്. അതോ മുഖം നോക്കാൻ വേണ്ടിട്ടാ കണ്ണാടിയില്? മുഖം നോക്കാനല്ല, നമുക്ക് വെയിലടിക്കാണ്ടിരിക്കാൻ. അതെ അതെ. ദേ ആ മലയൊക്കെ കാണിക്കും. ദേ ഹിൽസ് ഇതാ ഫ്രണ്ടില് നല്ല ഹിൽസ്. ഓ മോനെ വ്യൂ നോക്ക്. നല്ല വ്യൂ കേട്ടോ. ആ ഇതല്ല മൂന്നാറ്. മൂന്നാറ് റിസോർട്ട് അതങ്ങനെ കാണിക്കാൻ പറ്റില്ല. അവിടെ ഉണ്ട്, ഇതില് കാണില്ല. കാണും. അത് മര്യാദക്ക് സൂം ചെയ്യണം. അതെനിക്ക് സ്കില്ലില്ല. മരം ആ മരത്തിലെ ഫ്ലവർ എനിക്ക് ഇവന്റെ ക്യാമറമാൻ ആവാൻ പറ്റില്ല. ആ മരത്തില് വയലറ്റ് ഫ്ലവേഴ്സ് നല്ല രസമുണ്ട്. ഇതില് കൊറേ ഉണ്ട് കേട്ടോ. അവിടെ നോക്കി, അവിടെ കൊറേ വയലറ്റ് ഫ്ലവേഴ്സ്. എടുക്കടാ വീഡിയോ. ഇതിലല്ല മറ്റതില് നീലാംബരിയോ നീലക്കുറിഞ്ഞിന്റെ കൊറേ വയലറ്റ് ഫ്ലവേഴ്സ് ആണ്. കാണാൻ പറ്റുമോ? റോഡ് സൈഡ് ഫുള്ള് ഉണ്ട് കേട്ടോ. മറ്റേ ബൈക്കൊക്കെ വെച്ചിട്ട് റീൽ എടുക്കൂലേ, അതിന്റെ ബൈക്ക് എടുത്തിട്ട് വരണ്ടേ? അതിന്റെ ഡ്രോൺ ഇല്ലല്ലോ നമ്മളില്. പൈൻ ഫോറസ്റ്റ് അല്ലേ നീ ഉദ്ദേശിച്ചത്? പൈൻ ഫോറസ്റ്റ് അല്ല ഇത്. ഇത് പൈൻ അല്ല, ഇത് മറ്റേ യൂക്കാലിപ്സ്. ആ സാധനമാണ്. ആ മരമാണെന്നാ തോന്നുന്നത്. അത് എന്തിനാന്ന് അറിയില്ല. ആ എന്തിനോ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ നമ്മൾ തൈലുണ്ട്, തൈലം മറ്റേ ഗുളികാതെ അവന്റെ അടുത്ത് ചോദിച്ചാൽ പ്രായമായ ആളാണ് നമ്മുടെ കൂടെ ബാക്കിലിരിക്കുന്നത്. മറ്റേ ഗ്യാസിന്റെ ഗുളിക, അതിന്റെ പേരെന്തായിരുന്നു? അയമോദകം എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുന്ന് താഴേക്ക് നല്ല വ്യൂ എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ നമുക്കിപ്പോ ഇനി ഒരു 10 മിനിറ്റിൽ എന്തോ മൂന്നാർ എത്തും തോന്നുന്നു കേട്ടോ. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മൂന്നാർ ഫുട്ബോൾ ഗ്രൗണ്ട്. ഇതേ നമ്മള് മൂന്നാർ എത്തി. ഇതാണ് ഇവിടുത്തെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. ഇവിടെ ആരും കളിക്കുന്നില്ലല്ലോ. അവിടെ അപ്പച്ചൻ മാത്രം. ആ ഇത് പ്രൈവറ്റ് ഫുട്ബോൾ ഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഏതാ ഈ ഗ്രൗണ്ട് അല്ലേ? ആ മറ്റേത് നേരത്തെ ഒരു മഡ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അവിടെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ലൊരു സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് മൂന്നാർ ടൗണിലാണ് ഇപ്പൊ അല്ലേ? ഇതാ മൂന്നാർ ടൗൺ. നമ്മൾ കേറുന്ന അകത്തേക്ക്. മൂന്നാർ ടൗണിന്റെ അകത്തേക്ക് കേറുന്നു. നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ബോൾ വാങ്ങണ്ടേ? പൂള് കാർഡ് ഇവനെ എടുത്തില്ലെന്ന് പറഞ്ഞ. അപ്പൊ യൂണോ കാർഡ് വാങ്ങണം, ബോള് വാങ്ങണം. ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മള് വട്ടവട പോവാ. കാർഡ് എടുക്കാൻ പറഞ്ഞ 2 മേണ്ടന്മാരും കാർഡ് എടുക്കാണ്ട് എന്റെ ഇല്ലായിരുന്നു. അത് അതിലുണ്ട്, അത് തപ്പിട്ട് കിട്ടുന്നില്ല. എവിടെയാന്ന് എനിക്കറിയില്ല. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളത്തെ പ്ലാച്ച്. ഇപ്പത്തെ നമ്മളെ പ്ലാൻ. ഇപ്പത്തെ നമ്മളെ ഫ്ലാഷ്. ഒരു കുതിരനെ കൊണ്ടുവരുന്നുണ്ട്. കുതിരയുടെ മുകളിൽ വേറെ ആള്. തൊട്ട് നോക്കോ? കുതിരയെ കയറണോ? എനിക്ക് പേടിയാ. എന്താ കയറേണ്ടത്? ഇതിന്റെ ആവശ്യം ചെവിയിൽ വെക്കുന്ന സാധനം വൈറ്റ് ആയതുകൊണ്ടായിരിക്കും. ബാക്കി എല്ലാത്തിലും ഉണ്ടാവും ചിലപ്പോ. പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് വരും. അത് ഒരു കുത്തിന്റെ കുറവുണ്ട്. സൺഗ്ലാസ് നോക്കാം. നമുക്ക് തൽക്കാലം ടെമ്പററി ആയിട്ട് ഒരു സൺഗ്ലാസ് വാങ്ങാനാണ് ആലോചിച്ചത്. നല്ല വ്യൂ അല്ലേ? വലുതാണോ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. തൽക്കാലത്തേക്ക് ഇന്നത്തേക്കല്ലേ നവ്യ സൺഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. അപ്പോ ജസ്റ്റ് അതിനു വേണ്ടി നമുക്ക് കുറച്ച് ഒരു ദിവസത്തേക്ക് ഒരു സൺഗ്ലാസ് വാങ്ങാൻ നോക്കും. 1 ഡേ. നവ്യ എങ്ങനെയാ ഭയങ്കര റിച്ച് ആയതുകൊണ്ടേ പോകുന്ന സ്ഥലത്ത് എന്താണുള്ളത് അത് അന്ന് വാങ്ങണം, ട്രൈ ചെയ്യും, അങ്ങനെ വിട്ടേക്കും. ഇവിടുന്ന് പോകുമ്പോ ഇവിടെ തന്നെ വിട്ടേക്കും. എവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോലീസുകാർ പെറ്റിടിക്കും. അതിന് മുമ്പ് നമുക്ക് സാധനങ്ങൾ വാങ്ങിട്ട് പോവാം. നോക്കിക്കൊണ്ടെന്ന് എടുത്തോ? ഇനി ഒന്നുകൂടെ പിന്നെ എന്തിനാ ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലല്ലോ. നവ്യ പെട്ടെന്ന് നോക്ക്. എന്റെ ഫോണിൽ ഞാൻ ആ സാധനം കോണും കൂടെ വാങ്ങാൻ നിർത്തും. മസാല കോൺ, മസാല ഇട്ട കോൺ. പരിപ്പോട ഉണ്ട്, കണ്ണാടി എടുക്കുക. പരിപ്പോട ഉണ്ട്, ഉഴുന്നോട ഉണ്ട്, മസാല കോൺ ഉണ്ട്.
അല്ല അടക്കേണ്ടി വരും, ഫൈൻ വന്നോട്ടെ, കുഴപ്പമില്ല. ഇവര് പറഞ്ഞത് ഈ വരയുടെ അകത്തേക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പെറ്റി കിട്ടുന്നാണ് പറഞ്ഞത്. ആള് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് വര കാണുന്നില്ല ഇവിടെ. ഈ വര ഇല്ല. ആ വര മര്യാദ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് പെറ്റി അടയ്ക്കാം. ഇല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റില്ലല്ലേ? നിനക്കാ വരിക, പിന്നെ നമുക്ക് നോക്കാം അടയ്ക്കാൻ പറ്റുമല്ലോ. അപ്പൊ വര ആദ്യം മര്യാദക്ക് ഇടുവാണെങ്കിൽ നമുക്ക് പെറ്റി അടയ്ക്കാം. അല്ലെങ്കിൽ പെറ്റി അടിച്ചിട്ട് വലിയ ഫോട്ടോ എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കൊടുത്തോ? ഇതില്ല. എന്താ കഴിക്കാൻ പോവാ? മൂന്നാർ എവിടെയോ എത്തിയിട്ടുണ്ട്. മൂന്നാർ കഴിഞ്ഞ് വട്ടവട പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറന്റ് കണ്ടു. ഈ റെസ്റ്റോറന്റ് പേരെന്താ? വോട്ട്പേയോ? എന്തോ ഒരു റെസ്റ്റോറന്റ്. ബിയർ ആൻഡ് വൈൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ കയറിയാക്കാൻ നോക്കും. പോവാ. അപ്പൊ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. വട്ടവട പോണം, അത്യാവശ്യം സ്പേസ് ഉണ്ട്. എവിടെ ഇരിക്കാ? ബഫേ ആണോ ഇവർക്ക്? ഏതെങ്കിലും സൈഡ് പിടിച്ചാൽ ഇവിടെ രണ്ടുപേര് ഇരിക്കുന്നത്. റെസ്റ്റോറന്റ് അവിടെയാന്ന് തോന്നുന്നു അല്ലേ? അകത്തേക്കാന്ന് തോന്നുന്നു. അപ്പൊ നമ്മ അകത്തേക്ക് പോവാ. നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വിശന്ന് വയറൊക്കെ കത്തി. അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ നോക്കും. പിന്നെ ഇവിടുത്തെ ഫുഡെല്ലാം നല്ല റേറ്റ് കേട്ടോ. നമുക്ക് ഒരു ബിരിയാണിക്ക് എത്ര? 230. ഒരു ഫുൾ ബിരിയാണിയേ ഉള്ളൂ, ഹാഫ് ഒന്നും ഇവിടെ ഇല്ല. ബിരിയാണിക്ക് 230. നിന്റെ ഏതാ പറഞ്ഞ? നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ വേറെ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ്, അതിന് 209 രൂപ ഉള്ളൂ. പിന്നെ എഗ് നൂഡിൽസിന് 200 രൂപ. അങ്ങനെ എല്ലാത്തിനും നല്ല റേറ്റാണ്. പിന്നെ ടൂറിസ്റ്റ് പ്ലേസിൽ വന്ന റേറ്റ് അധികമായിരിക്കില്ലേ? ഹലോ, എന്നാ ഭയങ്കര തിരക്കാണല്ലോ. വിശന്നിട്ട് നമ്മുടെ ഫുഡെല്ലാം വന്നു. ബിരിയാണി വന്നു, നൂഡിൽസ് വന്നു, ഫ്രൈഡ് റൈസ് വന്നു. എല്ലാവരും കഴിച്ചിട്ട് പോയി. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. വേഗം കഴിച്ചിട്ട് നമുക്കും പോവാം. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ഫുഡ് എന്തായാലും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നൂഡിൽസും ഒക്കെയാണ്. ഫ്രൈഡ് റൈസ് ആണ് കുറച്ച് ടേസ്റ്റ് കുറവ്. ബാക്കിയെല്ലാം സെറ്റാണ്. നമുക്ക് കഴിക്കട്ടെ. എന്താ അവിടെ നിന്ന് വായ നോക്കിയിരിക്കുന്നത്? പോണ്ടേ? എവിടെ? ഓ, നല്ല വ്യൂ ഉണ്ടല്ലോ ഇവിടെ, കാണാൻ നല്ല രസമുണ്ട്. ആണോ? പോകണ്ടേ നമുക്ക്? ഓക്കെ, നമ്മള് ഫുഡ് കഴിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ഇനി നേരെ അങ്ങോട്ടേക്ക് വണ്ടി വട്ടവടയിലേക്ക്. ഇങ്ങനെ കുറെ നേരമായിട്ട് വട്ടവടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഇതുവരെ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ഇനിയും എത്തണം. നമുക്ക് പോവാം. പോയിട്ട് വേണം നമുക്ക് റിസോർട്ടിലൊക്കെ പോവാൻ. വാ. മരം കണ്ടോ? ഈ മരം കണ്ടില്ലേ? ഇതാണ് വട്ടവടയിലേക്ക് പോകുന്ന റോഡ്. നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഇവിടെ നല്ല തണുപ്പാ. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോ അല്ലേ, നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നില്ലേ? കാറ്റിന് സുഗന്ധം. ആ മരമൊക്കെ കണ്ടോ? നല്ല രസമുണ്ടല്ലേ? ഈ മരമാണ് ആ മരം. പുറത്ത് വെയിലില്ലടാ, വെയിലില്ല, തണുപ്പുണ്ട്. അല്ലല്ല, നമ്മള് പുറത്ത് തണുപ്പുണ്ട്, ചൂടില്ല. അത് എ സിയിലിരിക്കുന്നുണ്ടാണ്. പറയൂ. അത് തീർന്നു. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് വളഞ്ഞു പൊളഞ്ഞ റോഡുകളൊക്കെ ആയിരിക്കും എന്നാണ് എന്റെ ഒരു. നല്ല കാടാണ്. നല്ല കാടാണോ? മൊത്തം കാടാണ്. ബിരിയാണി എല്ലാം മിക്സ് ആവും. കഴിച്ചായിരുന്നു. എനിക്ക് നല്ലോണം ഗ്യാസ് കയറി കേട്ടോ. ഇപ്പൊ മറ്റേ ഇത് സോഡ ലൈം കുടിച്ചപ്പോ ഒന്ന് ഓക്കെ ആയി, സെറ്റ് ആയിട്ടുണ്ട്. അടി കിട്ടും. ഇവിടത്തെ ഇയാളുടെ അടുത്ത് ചോദിക്കാം, നമുക്ക് ഇത് ഫാമിലൊക്കെ ഇങ്ങോട്ടാന്ന് ചോദിക്കാം. ഇവിടെ ഒതുക്കിയിട്ടിട്ട് ഞാൻ അതറിയാണ്ടാണോ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്നേ? നല്ല റോഡ് നിക്കേ, നല്ല സ്ഥലം കേട്ടോ. നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റ്. ആഹാ, എന്താ സുഖം. നമ്മള് നല്ല ബിരിയാണി അടിച്ചു കയറ്റി അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഫുള്ള് ഇവര് രണ്ടുപേരും ഉറക്കമാണ്. പക്ഷെ ഈ സ്ഥലം ഭയങ്കര വൈബായിട്ടുണ്ട്. നല്ല തേയിലക്കാട്, അതിന്റെ ഇടയ്ക്ക് റോഡ്, നല്ല തണുത്ത കാറ്റ്. മഴ പെയ്യും തോന്നില്ലേ? മലയില് ഫോഗൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വട്ടവടയില് പോയി ഫാമില് പോയിട്ട് സ്ട്രോബെറി പറിക്കാൻ പോകുന്നു. ഇവനെ വിളിച്ചിട്ടുണ്ട് അവിടെ സ്ട്രോബെറി പറിക്കാൻ ആളെ കിട്ടുന്നില്ലെന്ന്, ബംഗാളികളെ. അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് നിങ്ങളൊന്ന് വന്നിട്ട് പോവാന്ന് പറഞ്ഞു വിളിച്ചപ്പോ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. മഴക്കാറുണ്ട്. ഈ സൈഡ് ഫുള്ള് ഫോഗാണ്.
ഇതില് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഒരു വൈറ്റ് കളർ സൺഗ്ലാസിലാണ്. എനിക്കൊന്നും കാണുന്നില്ല. എടാ ഡാർക്ക് ആയിടാ, ഒരുത്തൻ ബാക്കിലിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഫോഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ഇതുണ്ടോ നല്ല ഫ്രഷ് ക്യാരറ്റ്. ഇങ്ങനെ റോഡിൽ പല പല കാഴ്ചകളും നമ്മൾ കാണും, പക്ഷെ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇതിനേക്കാളും വലുത് ഫ്രണ്ടിൽ വരാനുണ്ട്. സോ ഇവിടെ ഒന്നും നിർത്താണ്ട് നമ്മൾ നേരെ കത്തിച്ച് വിടുവാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ആ ഒരു സ്പോട്ടാണ് ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. യെസ്, സത്യം പറഞ്ഞാൽ 3 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ഒരു ഇത് ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഒരു 5 മണി 5:30 ഒക്കെ ആയിരുന്നു. എന്താ ചേട്ടാ, മഴ പെയ്താൽ മതിയായിരുന്നു. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദി റെയിൻ. വട്ടവട ഇങ്ങോട്ടാ നേരാ? ആ ഓക്കെ, വട്ടവട നേരെ. ഓക്കെ, നമ്മൾ ഒരു ബൈസനെ കണ്ടു. എന്ത് വലിപ്പാടാ ഇത്! ഒറിജിനൽ ആണോ? ഇവിടെ എവിടെയെങ്കിലും വളർത്തുന്നതോ? നിക്ക് തുറക്കല്ലേ.